നന്നാക്കണം. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബഹു ശഫീഉനാ റസൂലുള്ളാഹി. ഹൃദയം നന്നാക്കിയിട്ടേ ഒരടിമയുടെ ഈമാൻ നേരെയാവും. ഹബീബ് മുഹമ്മദ് മുസ്തഫ ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബഹു. നമ്മുടെ കൽബ് ശുദ്ധിയാകണമെങ്കിൽ, കൽബ് നന്നായെങ്കിൽ മാത്രമേ എന്ത് ശരിയാവുള്ളൂ? ഈമാൻ റെഡിയാവുള്ളൂ. കൽബ് ശരിയാവണം. അല്ലാതെ റമദാനൊന്നും പുൽകിട്ടുന്ന ഒരു കാര്യമില്ല. റമദാൻ മുന്നിലെത്തി, നാളെ പിറ കണ്ടാൽ മറ്റന്നാൾ ഒന്നാണ്. ഒരാളോടും വെറുപ്പുണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഹൃദയം നമുക്കുണ്ടോ? ഒരാളോടും വിദ്വേഷമുണ്ടാകാൻ പാടില്ല, പക വരില്ല, അസൂയ പാടില്ല, ഒരാളോടും ദേഷ്യമില്ല, ശത്രുതയില്ല. അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് വരണം. അപ്പോഴാണ് കൽബ് ശരിയാവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇന്ന ഫിൽ ജസദി മുളഗത, തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു. ആ മാംസപിണ്ഡം ശരിയായാൽ ശരീരത്തെ എല്ലാ അവയവങ്ങളും നന്നാവുകയാണ്. അതെങ്ങാണ് മോശമായാൽ ശരീരത്തിലെ സർവ്വ അവയവവും നാശമാണ്. അലാ, അറിയണേ അറിയണേ സഹോദരാ സഹോദരി, വഹിയൽ ഖൽബു. ഞാൻ ഈ പറഞ്ഞതാകുന്ന മാംസപിണ്ഡം അത് ഏതെന്നറിയുമോ? അത് ഹൃദയമാണ്. ഹൃദയമാണ്. അത് നന്നായാൽ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും നന്നാകുമേ. അതെങ്ങാണ് മോശമായാൽ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും കേടാകുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഹൃദയം നന്നാവാതെ ഒരിക്കലും കടക്കൂല. റമദാനിലേക്ക് കടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണല്ലോ റമദാനിൽ ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത വിഭാഗത്തെ ഉലമാക്കൾ എണ്ണിയിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് മോമിനായ ഒരു മനുഷ്യനോട് പണക്കം വെച്ചവന് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പണക്കം വെക്കുക, എന്നിട്ട് പിന്നെ റമദാന് ഭയങ്കര കാര്യമായിട്ട് നോമ്പ് തുറന്നെടുത്താണ്, ഭയങ്കര കാര്യമായിട്ട് നോമ്പ് പിടിക്കുക, പള്ളിക്കകത്ത് ഇത്തിക്കാഫിരിക്കുകയാണ്, തൗബാക്കുടത്തിനകത്ത് കൈയിട്ടിരിക്കുക, ഒരു ഗുണവും ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആരുമായി പിണക്കമുണ്ടാകാൻ പാടില്ല. സഹോദരങ്ങൾക്കിടയിൽ, സഹോദരിമാർക്കിടയിൽ എല്ലാവരോടും സ്നേഹം, ആരോടും വിദ്വേഷമില്ല, വെറുപ്പില്ല, വൈര്യമില്ല. അങ്ങനത്തെ ഒരു ഹൃദയത്തോടു കൂടി പരിശുദ്ധമായ റമദാനിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ രക്ഷപ്പെടുകയുള്ളൂ. ബറാഅത്തിന്റെ രാവ് ശ്രേഷ്ഠമായ രാവാണ്. 15 രാവുകൾ വർഷത്തിലുണ്ട്. ദുആഇന് ഇജാബത്താണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എണ്ണി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 5 രാത്രികൾ ദുആഇന് ഇജാബത്താണ് വർഷത്തിൽ. അതിൽ പെട്ടതാ ബറാഅത്ത് രാവ്. കഴിഞ്ഞുപോയി. അതിനും പറഞ്ഞു, ആ രാത്രിയിൽ പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാവം പുറത്തരൂല. എല്ലാ കരുണയുള്ള ശ്രേഷ്ഠതയുള്ള രാത്രിയിലും അതിന്റെ മർമ്മപ്രധാനമായ ഭാഗമാണ്. മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്നവൻ, കള്ളു കുടിച്ചുകൊണ്ട് മിനിങ്ങി നടക്കുന്നവൻ, ഇവനൊന്നും ഒരിക്കലും എന്ത് ചെയ്യൂല, പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവൻ, ഇവർക്കൊന്നും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രി കൊണ്ട് ഗുണം ചെയ്യൂല. അതൊക്കെ ഒഴിവാകണം. അതുകൊണ്ട് റമദാൻ ഉപയോഗപ്പെടണോ? റമദാനിന് മുമ്പ് നല്ല തൗബ ചെയ്തിട്ട് റമദാനെ സ്വീകരിച്ചോ. തൗബ ചെയ്യുമ്പോൾ അതിന് നിബന്ധനയിൽപ്പെട്ടതാണല്ലോ ജനങ്ങളുമായിട്ടുള്ള ഹക്കടപാടുകൾ. അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ട് പൊരുത്തപ്പെടിക്കുക, സാമ്പത്തികമാണെങ്കിൽ കൊടുത്തു വീട്ടുക. ഇനി അതിൽ എന്തെങ്കിലും ഇളവ് വേണമെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കുക. അള്ളാഹുമായിട്ടുള്ള ഇടപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബിനോട്, പടച്ച റബ്ബിനോട് പാമോചനത്തിന് അർത്ഥിക്കുക. അള്ളാഹു കണ്ണുകൾ കൊണ്ട് ഹറാമ് കണ്ടുപോയി, കൈകൾ കൊണ്ട് ഹറാമ് പിടിച്ചുപോയി, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നുപോയി, എന്റെ ഹൃദയം കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു പോയി, എന്റെ വിരലുകൾ കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ മൊബൈലിൽ ടൈപ്പ് ചെയ്തു പോയി. റമദാൻ വരികയാണ്, നീ എനിക്ക് പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവിനൊക്കെ പൊറുക്കലിനെ തേടുക, ഇസ്തിഗ്ഫാർ തേടുക. അതിന് ഏറ്റവും വലിയ സമയം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ഒരു 100 എണ്ണം എല്ലാ ദിവസവും ചെല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വഅയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇടയത്താഴ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരെ സ്വർഗീയമാകുന്ന ഉദ്യാനം അല്ലാഹു അവർക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ ശരീരത്തെ നന്നാക്കാൻ വേണ്ടി നിസ്കാരം ഗൗനിക്കണം, ഹൃദയത്തെ നന്നാക്കണം. എങ്ങനെ? ഇപ്പൊ സമയം കഴിഞ്ഞല്ലോ ഉസ്താദ്, ഇനി എങ്ങനെ നന്നാക്കും? ഖുർആൻ ഓതണമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു. ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്ന പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിക്കും. സഹാബത്ത് ചോദിച്ചു, വമാ ജിലാഉഹ, ഹൃദയത്തിന് തുരുമ്പ് പിടിച്ചാൽ, കറ പിടിച്ചാൽ അതിനെ മാറ്റാനുള്ള മാർഗം എന്താ? ഇരുമ്പിന് തുരുമ്പ് വന്നാൽ മാറ്റാൻ ഞങ്ങൾക്കറിയാം. ഈ ഹൃദയത്തിന് കറ വന്നാൽ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ കറുത്ത പുള്ളിയായിട്ട് അവശേഷിക്കുന്ന ഹദീസിലുണ്ടല്ലോ, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബൻ കാനത് നുക്തതൻ സൗദാ. ഒരൊറ്റ തെറ്റ് ചെയ്താൽ തന്നെ ഒരു കറുത്ത പുള്ളിയായിട്ട് ഹൃദയത്തിൽ അവശേഷിക്കുന്നതാണ്. നമ്മളൊക്കെ ചെയ്ത തെറ്റുകൾ എത്രയാണ്? ഹൃദയം അതുകൊണ്ടാണ് കടുകട്ടിയായിട്ടിരിക്കുക, കറുത്തിരണ്ടിരിക്കാൻ. ആരോടും കരുണയില്ല, എല്ലാവരോടും വിദ്വേഷം, വെറുപ്പ്, വൈര്യം, മനസ്സിനൊരു ലാളിത്യ സ്വഭാവമില്ല, വിനയമില്ല. കാരണം ഹൃദയത്തിൽ അത്രയേറെ കറുപ്പായിരിക്കാൻ. ഇത് റെഡിയാക്കാൻ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 കാര്യങ്ങൾ കൊണ്ട് പറ്റും. ഒന്ന് ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ മരിക്കും എന്നുള്ള ചിന്ത ഓരോരുത്തർക്കും ഉണ്ടായാൽ ഹൃദയം നന്നാവും, അമലുകൾ റെഡിയാവും, ആരോടും വെറുപ്പുണ്ടാവൂല. നാളെ സുബഹിക്ക് മരിക്കാൻ നിൽക്കുന്നവൻ ആരോടാ വിദ്വേഷം? എല്ലാവരോടും പൊരുത്തപ്പെടിക്കും. ഇത് നാളെ മരിക്കുമെന്നുള്ള ചിന്തയില്ലാത്തത് കൊണ്ടാണ് അയൽവാസിയുമായി അരച്ചാണ് വഴിയുടെ വിഷയത്തിൽ ഇപ്പോഴും വഴക്കടിച്ച് നടക്കുന്നത്, ഇപ്പോഴും പ്രയാസം ഉണ്ടാക്കുന്നത്, സ്നേഹമില്ലായ്മ ഉണ്ടാകുന്നത്, മക്കളെ ആട്ടി ഓടിക്കുന്നത്, മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്നത്, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നത്, സ്വന്തം കുടുംബങ്ങളെ അറുകുല നടത്തുന്നത് നാളെയുടെ ലോകത്തെ പറ്റി ഒരു ബോധവും ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. അതില്ലാത്തത് കൊണ്ടാണ്. അതുണ്ടായാൽ ഇതൊക്കെ റെഡിയാകും. ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള സ്മരണ. രണ്ടാമത്തതോ വതിലാവത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്താൽ ഹൃദയം നന്നാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹൃദയം നന്നായാൽ ശഅബാൻ കൊണ്ട് നമ്മൾ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.